വൈരാഗ്യത്തിന് വലിയൊരു സ്ഥാനമുണ്ട്, ബലമുണ്ട്, അതൊരു സമ്പന്നതയാണ്. ആഗ്രഹം എങ്ങനെയോ അതുപോലെ തന്നെയാണ് നിരാഗ്രഹവും. നിരാഗ്രഹം, ആഗ്രഹമില്ലായ്മ, അതിനെ നല്ല പോലെ മുറുക്കി പിടിച്ചോളൂ. വൈരാഗ്യമുണ്ടെങ്കിൽ ഈ ചിന്തകൾ നിങ്ങളെ അലട്ടില്ല. എന്നിട്ട് എന്തു വേണം? നമ്മുടെ മനസ്സിൻ്റെ ആ കലവറയിൽ ഇറങ്ങിച്ചെന്ന് അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം വിമുച്യ. എന്താ സന്യാസം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, ഇതാണ് സന്യാസം. എന്തിനെയൊക്കെയാണ് വിടേണ്ടത്? അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം. 6 കൂട്ടം കാര്യങ്ങൾ. അഹങ്കാരം, ഞാൻ എന്നുള്ള തോന്നൽ. എന്തിനെ ചൊല്ലിയിട്ടാണ് നിങ്ങളുടെ ഞാൻ എന്നുള്ള തോന്നൽ? ശരീരത്തിനെ ചൊല്ലി. ആദ്യത്തത് ഞാൻ ജനിച്ചു, ഐ വാസ് ബോൺ. ഇവിടെ ചിലരൊക്കെ വരും, എനിക്ക് ഷഷ്ഠ്യബ്ദ പൂർത്തിയാണ്, സ്വാമിജിയുടെ പ്രത്യേക അനുഗ്രഹം വേണം. ആർക്കാ ഷഷ്ഠ്യബ്ദ പൂർത്തി ഒന്ന് പറയും നിങ്ങൾ? ആർക്കാണ് ഈ ഷഷ്ഠ്യബ്ദം? ശരീരം ജനിച്ചിട്ട് 60 കൊല്ലം കഴിഞ്ഞു. എന്ത്? ശരീരം ജനിച്ചിട്ട് 60 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ജനിച്ചിട്ട് 60 കൊല്ലം കഴിഞ്ഞു. പിന്നെ എന്ത് ഷഷ്ഠ്യബ്ദ പൂർത്തിയാ? അഹങ്കാരം. അപ്പം ഞാൻ എന്നുള്ള തോന്നൽ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, എനിക്ക് ഇത്ര വയസ്സായി, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ട്, അവരെയൊക്കെ നല്ലോണം നോക്കി, അതിൽ ഒരുത്തൻ മാത്രം പിഴച്ചു. ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഒന്നും വേണ്ട. ഈ ലോകത്തിൽ പലതും നടക്കും, പല ക്രമത്തിലും. പക്ഷികളിലില്ലേ ഇതേമാതിരിയുള്ള വ്യവഹാരവും കല്യാണമൊക്കെ? നമുക്ക് എന്താ അത്ര വിശേഷം? ബലം, ദർപ്പം, ദൈഹികമായിരിക്കുന്ന ബലം, ഞാൻ മറ്റൊരുത്തിനേക്കാളും മേലെയാവണം. ഒരു പുലി സന്യാസിയെക്കുറിച്ച്, ഒരു ടൈഗർ ബാബാവിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് നരികളെ മുഴുവൻ, റോയൽ ബംഗാൾ ടൈഗർ വരെ വെറും കൈകൊണ്ട് യുദ്ധം ചെയ്ത് ഇടിച്ചു കുത്തി താഴത്തിടണം എന്നുള്ളതായിരുന്നു മൂപ്പരുടെ ആവശ്യം. ആര് പറഞ്ഞു ഇതിന്? ഒരു ജോലിയുമില്ലാത്ത ഒരു ബാർബർ എന്ത് ചെയ്തു അത്രേ? പട്ടിയെ പിടിച്ചിട്ട് ഷേവ് ചെയ്തു അത്രേ. അതുപോലെയുള്ള ഏർപ്പാടാണ്. ആര് പറഞ്ഞു അദ്ദേഹത്തിനോട് ഇത് ചെയ്യാൻ? ബലം, ദർപ്പം, ഗർവ്, കാമം, ആശ, ക്രോധം, ദേഷ്യം, പരിഗ്രഹം, പലതും നമുക്ക് മേടിക്കണം, തട്ടണം, കിട്ടണം എന്നുള്ള വിചാരം. ഇതൊക്കെ എവിടെയാ? മനസ്സിലാണ്. അഹങ്കാരം മനസ്സിലാണ്, ബലം മനസ്സിലാണ്. ഇതൊക്കെ പ്രത്യയങ്ങളാണ്, നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങളാണ്. ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം വിമുച്യ, എല്ലാറ്റിനെയും വിട്ട് നിർമ്മമഃ ശാന്തഃ. കേൾക്കെങ്കിലും ചെയ്യും നിങ്ങളിത്. നിർമ്മമഃ, മമതയില്ലാതെ. എന്തിനോടാണ് നിങ്ങൾക്ക് മമത? ഇപ്പം നമുക്ക് 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. കുട്ടികളോട് നിങ്ങൾക്ക് മമതയോ? ആ കുട്ടികൾ നിലനിൽക്കുന്നത് അവർക്ക് ശ്വസിക്കാൻ ജീവവായു ഉള്ളത് കൊണ്ടാണ്. ആ ജീവവായു നൽകി അവരെ നിലനിർത്തുന്നത് നിങ്ങളോ അതോ ഭൗമാന്തരീക്ഷമോ? അപ്പോൾ ഈ കുട്ടികൾ വാസ്തവത്തിൽ ഭൂമിയുടെ പ്രജകളാണോ അതോ നിങ്ങളുടെ കുട്ടികളോ? എന്തിനോടാണ് നമുക്ക് മമത? ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ സാധനങ്ങൾ എനിക്ക് ഇത്രയുണ്ട് എന്ന് തൻ്റെ വസ്തുക്കളെ എണ്ണുന്നതിന് പകരം നിങ്ങൾ ആലോചിക്കൂ, താൻ തന്നെ ആരുടെയാണെന്ന്. ഞാൻ തന്നെ ആരുടെയാ? ഞാൻ ഭൂപ്രജയാണ്. ഭൂമി ആരുടെയാ? പ്രപഞ്ചത്തിൻ്റെ. പ്രപഞ്ചം ആരുടെയാ? പരമേശ്വരൻ്റെ. അപ്പം ഞാനോ പരമേശ്വരൻ്റെ. പരമേശ്വരൻ്റെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എന്ന് പറയാൻ നിങ്ങൾക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ല. ആ പറയണ നാവ്, ചിന്തിക്കുന്ന മനസ്സ്, ആലോചിക്കുന്ന ബുദ്ധി, അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അഹങ്കാരം, ഇതെല്ലാം തന്നെ ഈശ്വരൻ്റെ ആണെന്ന് തോന്നി തുടങ്ങും. ശാന്ത, അപ്പോഴാണ് ശാന്തത വരുന്നത്. അഹങ്കാരമില്ല, ബലമില്ല, ദർപ്പമില്ല, കാമമില്ല, ക്രോധമില്ല, പരിഗ്രഹവുമില്ല, മമതയില്ല എന്ന് വന്നാൽ പരമശാന്തമായി മനസ്സ്. അങ്ങനെ ഒരാൾ കേൾക്കണേ, മനസ്സിലാക്കണേ. ബ്രഹ്മഭൂയായ കൽപ്പതേ, ബ്രഹ്മഭൂയായ കൽപ്പതേ, ബ്രഹ്മമായി തീരാൻ അർഹനാവുന്നു. ആ ആളെ വിധിച്ചേ തീരൂ. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോയാൽ അയാൾ ബ്രഹ്മമായി തീരണു. സ്വർഗത്തിലേക്ക് പോയിട്ടല്ല, ബ്രഹ്മലോകത്തിലേക്ക് പോയിട്ടല്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായി, ബ്രഹ്മജ്ഞനായി, ബ്രഹ്മഭൂതനായി, വിദേഹമുക്തി എന്ന് വരെ പറയാം. അത്രയ്ക്കുള്ള നിലയെത്തിക്കഴിഞ്ഞു.